ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങളന്ന് പറഞ്ഞതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. അതുകൊണ്ട് അൻവർ ഉന്നയിച്ചത് പുതിയ കാര്യങ്ങളല്ല. പണ്ട് മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ അൻവർ പ്രതിപക്ഷത്തല്ല, അൻവർ ഭരണകക്ഷിയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യമുണ്ടാകും. പക്ഷെ ഒരു ഭരണകക്ഷി MLA ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാവുന്നത്. അപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. ഞാൻ മുൻ പ്രതിപക്ഷ നേതാവെന്നാണോ? അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവെന്നാണ് പറഞ്ഞത്. മുൻ പ്രതിപക്ഷ നേതാവ്. അതെ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി പറയുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ